നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കുന്നത് നമുക്ക് ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റണ അല്ലെങ്കിൽ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റണ ഒരു ദാൽ റൈസിൻ്റെ റെസിപ്പിയാണ്. ഇവിടെ ദാൽ ഞാൻ വേറെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഒരുമിച്ച് ചെയ്യണ ഒരു രീതിയും കൂടി ഉണ്ട്. ദാലും റൈസും ഒരുമിച്ച് വേവിച്ചിട്ട് ചെയ്യണ രീതിയുണ്ട്. അതല്ല ഞാൻ കാണിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്ക് ദാൽ മാത്രമായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള റൈസ് എന്ന് പറയുന്നത് നമ്മുടെ നീളത്തിലുള്ള ബസ്മതി റൈസാണ്. ഇനി അതില്ലെങ്കിൽ സാധാരണ പൊന്നിയരി എടുത്താലും മതിയാവും. പക്ഷേ ബസ്മതി റൈസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു 1/4 ഭാഗം വെന്തുടയാതെ റൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാത്ത പാകത്തിന് കിട്ടും. ഇനി ഇത് നല്ല നെയ്യിൻ്റെ സ്വാദുള്ള നെയ്യും കൂടി ചേർത്തിട്ടുള്ള ഒരു ദാലാണ്. അത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത, ഇതിൽ ക്യാബേജും കൂടി ചേർക്കുന്നുണ്ട്. ക്യാബേജ് ദാൽ എന്നാണ് ഇതിനെ പറയുക. ഇത് ശരിക്കും ഒരു ഉഗ്രൻ കോമ്പിനേഷനാണ്, ഈ ഒരു ബസ്മതി റൈസും ദാലും. അപ്പം ഇത് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഇളക്കി വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാം. ഇങ്ങനെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് സെപ്പറേറ്റ് ആയിട്ടും കഴിക്കാം. അപ്പോൾ എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ആണ്. വീഡിയോ കണ്ടോളൂ. നമ്മൾ കുക്കറിലേക്ക് തന്നെയാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാൻ പോണത്. അപ്പം നെയ്യും വെളിച്ചെണ്ണയും പകുതി എടുക്കണം. 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് എടുക്കുക, 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ വെളിച്ചെണ്ണ എടുക്കുക. ഇനി എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഇടേണ്ടത് ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, 1/2 മുതൽ 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം. ജീരകം ഇതുപോലെ പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചേർക്കുന്നത് ചതച്ച ഇഞ്ചിയാണ് കേട്ടോ. ഈ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളിയും ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഞാനിവിടെ വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് മാത്രമാണ് ചേർക്കണുള്ളൂ. ഇഞ്ചി ഒന്നായി കഴിഞ്ഞാൽ സവാള ചേർക്കുക. ചെറുതാണെങ്കിൽ 1, വലുതാണെങ്കിൽ ഒരു പകുതി മാത്രമേ ആവശ്യമുള്ളൂ. ഇത് വല്ലാതെ ബ്രൗൺ നിറാവേണ്ട കാര്യമില്ല. 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയാൽ മാത്രം മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് ക്യാബേജാണ്. അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജ് 1 കപ്പ് അളവിൽ ചേർക്കുക. ഇനി നമ്മൾ പൊടികൾ ചേർക്കാൻ വേണ്ടി പോവുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും മാത്രമാണ് ഇവിടെ മസാലയായിട്ട് നമ്മൾ എടുക്കണുള്ളൂ. ഈ പൊടികളെല്ലാം ഒരു 1/2 മിനിറ്റ് ഒന്ന് ചെറു തീയിൽ ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ 10 മിനിറ്റ് നേരം കുതിർത്ത് വെച്ചിട്ടുള്ള തൂരപ്പരിപ്പ് ചേർക്കുന്നത്. ക്യാബേജ് 1 കപ്പാണ് എടുക്കണമെങ്കിൽ തൂരപ്പരിപ്പ് എടുക്കേണ്ടത് 1.5 കപ്പാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർക്കുക, ഉപ്പ് ചേർക്കുക. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 4-5 വിസിൽ. നല്ല അസലായിട്ട് പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി അവസാനം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് കസൂരി മേത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ കസൂരി മേത്തി ചേർക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കറിവേപ്പില ഇഷ്ടമുള്ളവർക്ക് അവസാനം കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ ചേർത്താലും മതിയാവും കേട്ടോ. കസൂരി മേത്തി ചേർത്ത് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ പിഴിഞ്ഞതും കൂടി ചേർക്കാം. ചെറുനാരങ്ങ നീര് ഒരുപാട് കൂടുതലാവരുത്, ഒരു 1/2 ടീസ്പൂൺ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ സ്വാദുള്ള ക്യാബേജ് ദാൽ. ഇത് റൈസിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ നന്നായിരിക്കും, ദോശയുടെ കൂടെ നന്നായിരിക്കും. ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഒരുപാട് മസാലക്കുത്തൊന്നുമില്ല, പാകത്തിന് മസാലയുള്ള ഒരു നല്ലൊരു കൂട്ടാൻ.